ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഇലക്ട്ര എന്ന് പറയുന്ന മോഡൽ, അതിൻ്റെ ഫ്രണ്ട് വീല് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. സാധാരണ ഫ്രണ്ട് വീല് വരുന്നത് ഇതേപോലെ ലൈൻ ഗ്രിപ്പ് വരാറുണ്ട്, അതേപോലെ സാപ്പർ ഗ്രിപ്പ് വരാറുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രയ്ക്കും സ്റ്റാൻഡേർഡിനും സാധാരണ വരുന്നത് ലൈൻ ഗ്രിപ്പാണ്. ക്ലാസിക് പോലെയുള്ള മോഡലുകൾക്ക് സാപ്പർ ഗ്രിപ്പുമാണ് സാധാരണ വരാറ്. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഗ്രിപ്പ് മാറിയിട്ട് സ്റ്റഡ് ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ്. സ്റ്റഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് സാധാരണ ഇതിൻ്റെ ബാക്കിലെ വീല് വരുന്നത്, സ്റ്റോക്ക് ടയർ വരുന്നത് ഈ ഒരു മോഡലാണ്. ഇതിപ്പം 35019 എന്നുള്ള നമ്പറാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. സ്റ്റോക്കായിട്ട് വരുന്നത് 32519 എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമർക്ക് ചെറിയൊരു ഈ വണ്ണം ഇതിൻ്റെ സൈസ് കുറവാണെന്ന് കരുതിയിട്ട് ഇത്തിരി അപ്പ് സൈസ് വെച്ചിരിക്കുന്നതാണ് ഈ 35019. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഈ സെയിം ഗ്രിപ്പായിട്ട് വരുന്ന ഇതേ ടയർ തന്നെ, ഇത് 32519 നമ്മൾ ഫ്രണ്ടിലോട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അത്യാവശ്യം ലോങ്ങൊക്കെ പോകുന്ന ആൾക്കാർ നമ്മുടെ റോഡൊക്കെ മോശമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല അടിപൊളി നമുക്ക് സ്റ്റെബിലിറ്റി നന്നായിട്ട് കൂടുതൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളക്കെട്ട് പോലെയുള്ള സ്ഥലത്തൂടിയൊക്കെ വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് നല്ല സ്റ്റെബിലിറ്റി, അതുപോലെ ബ്രേക്കിങ്, ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എക്കേലും കൂടുതൽ നമുക്ക് ഇതിന് വരുന്നത് അത്യാവശ്യം ചെറിയ രീതിക്കൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തൊരു വണ്ടിയാണിത്. അതുപോലെ തന്നെ ആ ടയർ കയറ്റുമ്പോഴേക്കും ഫ്രണ്ടിലൊരു വല്ലാത്തൊരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ടയർ ഇപ്പോൾ ഏകദേശം ഈ ടയർ തീർന്നിരിക്കുകയാണ്. ഇടാനിരിക്കുന്ന ടയർ ഇതിൻ്റെ സ്റ്റോക്ക് ടയർ തന്നെയാണ്, ഇതിൻ്റെ ബാക്കിൽ വരുന്ന സ്റ്റോക്ക് ടയർ തന്നെയാണ്. റോയൽ എൻഫീൽഡിൻ്റെ പാക്കറ്റിൽ സിയറ്റിൻ്റെ ടയറാണ് വരുന്നത്. അതിന് വരുന്ന വില ഇതാണ്, 2100 രൂപയാണ് ഇതിന് വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ പാക്കറ്റ് തന്നെ വരുന്നതാണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റിൽ ഇത് കിട്ടുന്നില്ല, പല സ്ഥലത്തും ഞാൻ അന്വേഷിച്ച് നോക്കിയാണ്. ഈ മോഡൽ ടയർ നമുക്കിപ്പോൾ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അവരോട് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇതിന് വരുന്ന ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ആ ബാക്കിലിട്ടിരിക്കുന്ന അതേ സെയിം ഗ്രിപ്പ് തന്നെയാണ്. ബാക്കിലിട്ടിരിക്കുന്ന റാൽക്കോയുടെ ടയറാണ് കേട്ടോ. ഇതിൻ്റെ 32519 എന്നുള്ള ടയർ മാത്രമേ ഈ ഒരു മോഡൽ വരുന്നുള്ളൂ. ബാക്കി ഈ റാൽക്കോ എന്ന് പറയുന്ന കമ്പനിക്കാണ് വരുന്നത്. പണ്ട് സിയറ്റിൻ്റെ സ്പോർട്സ് സെക്യൂറ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നേരത്തെ വരാറുണ്ടായിരുന്നു, ഇപ്പോൾ അത് കിട്ടാറില്ല, എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് ഇട്ട് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടയറെല്ലാം റിമ്മയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയിലേക്ക് നമുക്കത് കയറ്റി ഫിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയാം. വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവരോട് നമ്മൾ പ്രത്യേകം പറയണം, കെമിക്കൽ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയണം. ഈ പെയിൻറ്റിൽ അവർ ഹിന്ദിക്കാരൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയണമെന്നൊന്നും മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അവരോട് അത്യാവശ്യം വേണ്ട നല്ല അഴുക്കുള്ള സ്ഥലത്ത് മാത്രം കെമിക്കൽ ഉപയോഗിക്കുക, ബാക്കിയുള്ള സ്ഥലത്ത് ഷാമ്പു മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് അവരോട് പ്രത്യേകം പറയുക. ഇപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ കഴുകാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കുകളെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു പോർഷൻ തന്നെ കാണാൻ നല്ല ലുക്കാണ്. ഇതിന് ഈ ഇലക്ട്രിക് ചെറിയ മഡ്ഗാർഡാണ് വരുന്നത്. ഈ ഇലക്ട്രിക് ചെറിയ മഡ്ഗാർഡ് വരുമ്പോൾ തന്നെ ഈ ഒരു ഗ്രിപ്പും ഈ ടയറിൻ്റെ ഈ ഒരു ഗ്രിപ്പും കൂടി വരുമ്പോഴേക്കും കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലത് ഈ ക്യാരിയർ, അതേപോലെ ഈ ടൈലാമ്പ്, ഇൻഡിക്കേറ്റർ, ഈ മഡ്ഗാർഡ്, ഇതെല്ലാം ഈ ഒരു ഷേപ്പ് ഭയങ്കര വലിയ ലുക്കാണ്. എല്ലായിടത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കിനോടും സ്റ്റാൻഡേർഡിനും ആൾക്കാർ ഒരുപാട് കൂടുതൽ പ്രിയം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ബുള്ളറ്റിൻ്റെ ഇലക്ട്ര എന്ന് പറയുന്ന മോഡലിനോട് ഇഷ്ടമുള്ളത്. എന്തായാലും കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. എന്തായാലും ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ആ ടയർ ഇട്ടിട്ട് വെട്ടലും പിടുത്തമൊന്നുമില്ല. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, കാരണം ഈ ടയർ ഇട്ട് കഴിഞ്ഞാൽ വീശാനൊക്കെ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ വീശിക്കൊണ്ടല്ലല്ലോ ഇരിക്കുന്നത്. എന്തായാലും വണ്ടി ടേണിങ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേപോലെ വെള്ളക്കെട്ടിലൊക്കെ ഇറക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാണാനൊരു നല്ലൊരു ലുക്കായിരിക്കും. ആവശ്യമില്ലാതെ നമ്മൾ ബാക്കിലോട്ട് ഭയങ്കര വലിയ ടയറൊക്കെ കയറ്റിയിട്ട് നമുക്ക് വൈബ്രേഷൻ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ചെയിൻ പോക്കറ്റ് നിൽക്കത്തില്ല, മൈലേജ് കിട്ടത്തില്ല, സ്റ്റെബിലിറ്റിയുടെ പ്രോബ്ലം, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിക്കൊക്കെ ഒരു ഓൾട്രേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഓടിക്കാൻ നല്ല സുഖമായിരിക്കും. ലോങ് ഡ്രൈവൊക്കെ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ വണ്ടി കാണാൻ എന്തായാലും നല്ല ലുക്കാണ്. എന്തായാലും ഓടിച്ചിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.